നമ്മൾ ഇമാജിനേഷനാണ് പറഞ്ഞത്. ഇമാജിനേഷൻ നമുക്ക് ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ മുന്നോട്ട് പോകാനുള്ള ക്ലാരിറ്റി ഉണ്ടാവും അല്ലേ? അങ്ങനെ നമ്മളുടെ ഇമാജിനേഷനിൽ നമുക്കറിയാം നമ്മളെവിടെയാണ് എത്തേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അടുത്ത സാധനത്തിൻ്റെ പേരാണ് ഒബ്സർവേഷൻ. എന്താണ് ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ അന്ന് നമുക്ക് ചെറുതാവുമ്പോൾ ഒബ്സർവേഷൻ പറയുമ്പോൾ തന്നെ എഴുതിക്കൊണ്ട്, ഞാൻ എഴുതണമെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. ഒബ്സർവേഷൻ എന്താണ്? ഒബ്സർവേഷൻ. നമുക്ക് ഒബ്സർവേഷൻ സ്കില്ല് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സത്യത്തിൽ ചെറിയ കുട്ടിയാവുമ്പോഴാണ്. ആണോ അല്ലേ? അല്ലേ? യെസ്. അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ സ്കില്ലുള്ള ആളുകൾ ആയിരുന്നു. ബിക്കോസ് എന്താ കാരണം? നമ്മൾ എന്ത് കണ്ടാലും അതിനെ ഒബ്സർവ് ചെയ്തിരുന്നു അല്ലേ? ഒച്ച് അല്ലേ? നിങ്ങൾ എന്തൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുക്കും, പിന്നെ ഒച്ച്, പിന്നെ എന്തിനെ ഒബ്സർവ് ചെയ്തിന്റെ? പൂമ്പാറ്റ, തൊട്ടവടി, തുമ്പി, പിന്നെ ചേരാട്ട, പിന്നെ തവള, മരംകൊത്തി, മഴത്തുള്ളി, പാമ്പ്, കൂറ, പാറ്റ, എട്ടുകാലി അല്ലെ? ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഒബ്സർവ് ചെയ്തതിന് എന്താണ്? ചെറിയ കുട്ടിയാവുമ്പോഴാണ്. ഈ ചെറിയ കുട്ടിയാവുമ്പോൾ ഇപ്പൊ നമുക്ക് പാറ്റേൺ ഒബ്സർവ് ചെയ്ത് നടക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഒബ്സർവ് ചെയ്യാനുള്ള സ്കില്ലുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നമുക്ക് നമ്മളുടെ മുന്നിലേക്ക് നമ്മുടെ ഇമാജിനേഷനിൽ നമുക്ക് ഇങ്ങനെ പോണ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് വേണം? ഒബ്സർവേഷൻ സ്കില്ല് നമ്മളെ കൂടെ വേണം. എന്തൊക്കെ ഒബ്സർവ് ചെയ്യണം? ഞാൻ എൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. എനിക്കുണ്ടാവുന്ന നല്ലതിനെയും ഒബ്സർവ് ചെയ്യണം. ഇതിനെ ഒബ്സർവ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഒബ്സർവേഷൻ സ്കില്ല് വേണം. എന്താ കാരണം? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മളോട് ഇമാജിനേഷൻ കൊണ്ടുവന്നു, നമ്മളെ വീടിൻ്റെ അടുക്കള കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമ്മളെ വീടിനെ കുറിച്ചിട്ടുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ നമ്മൾ കൊണ്ടുവന്നു. എന്തൊക്കെ ആയിട്ടില്ല? നമ്മളെ പ്ലാൻ ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മളെ ഉള്ളിൽ എന്തുണ്ടായി? ഒരു ഇമാജിനേഷനിൽ ഒരു വീടുണ്ടായി. ഉണ്ടായോ അല്ലേ? ആ ഇമാജിനേഷനിൽ വീടുണ്ടായ അന്ന് മുതൽ നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് ഒന്നും കൂടെ കൂടും. എന്താണ്? നമ്മൾ ഏത് വീട്ടിൽ പോവുകയാണെങ്കിലും നമ്മളുടെ ഇമാജിനേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന, യെസ് ആണോ അല്ലേ? യെസ്, ഇമാജിനേഷനായിട്ട് കണക്റ്റ് ആവുന്ന അതേപോലെ ആണോ ഞാൻ ഇങ്ങനാണ് എൻ്റെ വീടിന് കരുതിയിട്ടുണ്ടായിരുന്നത്, ഇത് കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ആ ഒബ്സർവേഷൻ സ്കിൽ നമ്മൾ ഏത് സമയത്തും നമ്മൾ ഇതിൽ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. ആണോ അല്ലേ? യെസ്. നമ്മൾ ഒബ്സർവ് ചെയ്ത സമയത്ത് നമുക്ക് തന്നത് കുറെ കണ്ടാമിനേറ്റഡ് കണ്ടീഷനിങ്ങൾ, അതായത് പേടിപ്പിച്ചു നമ്മളെ. കാരണം ഇപ്പോൾ പല ആളുകൾക്കും പാറ്റിനെ കാണുമ്പോൾ പേടിയാണ്, പക്ഷെ പുലിനെ കാണുമ്പോൾ എന്തില്ല? പേടില്ല. എന്താ കാരണം? പാറ്റിനെ കണ്ട സമയത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളോട് പറഞ്ഞു, പേടിപ്പിച്ചു. ഒന്ന്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? കഞ്ഞി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കുട്ടീനോട്, ആ പാറ്റല്ലേ, ആ കൂറ അന്നെന്ത് ചെയ്യും? തിന്നും. ഞാൻ ആ കൂറക്ക് അന്നെ ഇട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു. അപ്പൊ ആ കുട്ടീൻ്റെ ഉള്ളിൽ, ആ കുട്ടി പോലും അറിയാതെ അവന്റെ വൈകാരിക തലത്തിൽ ഏറ്റവും അടിത്തട്ടിൽ, മനസ്സിന്റെ അടിത്തട്ടിൽ ആ ഒരു പേടി അവിടെ എന്ത് ചെയ്തു? എന്താ വന്നത്? പേടി. അപ്പൊ അത് പേടി എന്നുള്ള സാധനമാണ് വന്നത്. പക്ഷേ കൂറ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? പേടി കൊടുത്തത്. അപ്പൊ കൂറനെ കാണുമ്പോൾ പിന്നെ എന്താവും? പേടിയാവും. ഒന്നേ അല്ലാത്ത വേറെ എന്ത് അതുമായി ബന്ധപ്പെട്ട എന്ത് ജന്തുക്കളെ കണ്ടാലും ഓനൊരു പേടി ഉണ്ടാവും. അത് ഇന്നെന്ത് ചെയ്യോ? കടിക്കോ, എന്നെ തിന്നും. പാറ്റ നമ്മളെ തിന്നോ? ഇല്ല. അത് കാണുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും. എന്താ കാരണം ഉണ്ടായത്? അപ്പൊ എത്രയോ കാലം മുന്നേ നമുക്കുണ്ടായ ഒരു അവസ്ഥയാണ്. നമ്മൾ ആ ഒരു സാധനം കണ്ടപ്പോൾ നമ്മൾ പേടിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ ആരോ പേടിപ്പിച്ചതാണ്. അതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വീണ്ടും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കും. അല്ലെങ്കിൽ ആ സ്ഥലത്തുമ്പോൾ നമ്മളെ ഉള്ളിലൊരു ഭയം കിട്ടിക്കിട്ടാ നമ്മൾ എന്ത് ചെയ്യും? വിറപ്പിക്കും. ആണോ അല്ലേ? യെസ്.
എന്താ കാരണം ഉണ്ടായത്? നമുക്കന്ന് ഒബ്സർവേഷൻ സ്കില്ല് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടതാണെങ്കിൽ ആ പരാജയപ്പെട്ട രംഗം നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ, നമ്മൾ ഒബ്സർവ് ചെയ്ത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അത് വരുമ്പോൾ വീണ്ടും നമുക്ക് പേടി തുടങ്ങും. എന്താ കാരണം ഉണ്ടായത്? ഫിയർ വരും. എന്തുകൊണ്ടാണ്? യെസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ഈ പരാജയത്തിൽ നിന്ന് ഞാൻ ഒബ്സർവേഷൻ നടത്തിക്കൊണ്ട് അത് എന്തുകൊണ്ടാണ് എനിക്ക് ഉണ്ടായത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആയുധങ്ങൾ നമ്മൾ പണിയുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, ആ പേടി അതിനെ തരണം ചെയ്യാൻ പറ്റും. അല്ലാതെ ഇനി ചെറിയ കുട്ടി ആയതിനു ശേഷം വീണ്ടും ചെറിയ കുട്ടിയായി വീണ്ടും ആ കൂറനെ കണ്ടിട്ട് ആ പേടി ഉമ്മ മാറ്റി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുമോ? ഇല്ല. ദാറ്റ്സ് ഇമ്പോസിബിൾ. നമ്മൾ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കുക. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യം വീണ്ടും ചോദിക്കുക, എന്തുകൊണ്ടാണ് അന്ന് ഇന്ന് അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചത് കൊണ്ടാണ് അത് ഉണ്ടായത്, അല്ലാതെ അതിനെന്തില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുക. എന്നാലും പല സമയങ്ങളിലും അത് വരും. പക്ഷേ നമ്മളുടെ മുന്നിലോട്ട് പോകാനുള്ള ക്ലാരിറ്റി, അതായത് നമ്മളുടെ മുന്നിലോട്ട് പോകാനുള്ള വിഷൻ വലുതാണെങ്കിൽ നമുക്ക് ഇതൊന്നും എന്താവൂല, തടസ്സം ആവൂല. ഇതാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മളുടെ ഇമാജിനേഷനിൽ അപ്പോഴുള്ള എന്താണ്, കൂറൊക്കെ അവിടെ ഉണ്ട്, പണ്ട് ഞാൻ പേടിച്ചിരുന്നു, പക്ഷേ എനിക്ക് കൂറൊന്നും അല്ല ഇപ്പൊ പ്രശ്നം, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം. ആ വഴി ഞാൻ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് എങ്ങനെ കാണുന്നുണ്ട്? ഞാൻ വളരെ സൗന്ദര്യത്തോട് കൂടിയിട്ട് ആ വഴി ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിന്റെ രണ്ട് സൈഡിലും എന്നെ പേടിപ്പിക്കുന്നതും എന്നെ തടയുന്നതുമായിട്ടുള്ള പല സാധനങ്ങളും സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ അക്രമമൊന്നും എന്നെ ബാധിക്കുകയില്ല. ബിക്കോസ് ഐ ആം ഗോയിങ് ടു ദ വിഷൻ. ഞാൻ എൻ്റെ വിഷനിലേക്കാണ്, എൻ്റെ ആ ഇമാജിനേഷനിൽ ഞാൻ കൊണ്ടുവന്ന ഞാൻ ആ കണ്ട വിജയിച്ച് നിൽക്കുന്ന രംഗത്തിലേക്കാണ് ഞാൻ ഓടുന്നത് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കണം. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. ഇത് ചെറുത് പലതും ഉണ്ടാവും, ചെറിയ സാധനങ്ങൾ പലതും ഉണ്ടാവും. നമ്മൾ അതിലേക്ക് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉപയോഗിക്കാൻ എല്ലാ കാര്യം. നമ്മളെ ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ചതാവണമെങ്കിൽ യൂസ് ഓൺലി പോസിറ്റീവ് സെൻസ്. നമ്മൾ പോസിറ്റീവിൽ എടുത്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ. നമ്മളെ കൂടെ സത്യത്തിൽ നമ്മൾ എല്ലാം അനുഭവിക്കാനുള്ളത് നമ്മളാണ്, എല്ലാം തരണം ചെയ്യാനുള്ളത് നമ്മളാണ്. ഇതൊക്കെ ആണെങ്കിലും നമ്മളെ കൂടെ നമ്മളെ വേണ്ടപ്പെട്ടവരും നമ്മളെ ആളുകളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സത്യത്തിൽ എന്തുള്ളൂ, എന്നും സന്തോഷമുള്ളൂ. എന്താണ് ലോങ് വിഷൻ? ലോങ് വിഷൻ അതാണ്, എൻ്റെ കാഴ്ചപ്പാട് അതാണ്. ഞാൻ വളരെ കാലങ്ങൾക്ക് ശേഷവും, അതായത് ഞാൻ അസ്തമിക്കാനിരിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കാനിരിക്കുന്ന സമയത്തും എല്ലാവരും സന്തോഷത്തോടു കൂടി കാണുന്നു സൂര്യനെ, അതേപോലെ തന്നെ എന്നെയും എന്ത് ചെയ്യണം, സന്തോഷത്തോടു കൂടി കാണുന്ന ഒരാളായി ഞാൻ മാറണം എന്നുണ്ടെങ്കിൽ, അല്ലാതെ എൻ്റെ പഴയ വൃത്തികെട്ട കഥകളാണ് ആളുകൾക്ക് പ്രചരിപ്പിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം കൊണ്ട് എന്തില്ല, ഒരർത്ഥം ഇല്ല. അത് മാറി ചിന്തിക്കേണ്ടത് നമ്മളാണ്. വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇനി ഇതൊക്കെ ഉണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മുടെ വിഷൻ ഇങ്ങനെ പോകണം ഇവിടൊക്കെ ആണെങ്കിലും ചില സമയത്ത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന പോലെ ചെറിയ ഡൈവേർഷനൊക്കെ അങ്ങനെ വരും. പക്ഷേ അറിയാതെ നമ്മളൊന്ന് കയറിപ്പോവും. പക്ഷെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് കയറിയേ പറ്റുള്ളൂ. മിസ്റ്റേക്സ് വരില്ല നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. മിസ്റ്റേക്സ് വരും, മിസ്റ്റേക്സ് നമ്മളെ കൂടെ ഉള്ളതാണ്. ആ മിസ്റ്റേക്സ് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഞാൻ പോകുമ്പോൾ ആ മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ മിസ്റ്റേക്ക് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് നമുക്ക് 1000 കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒരൊറ്റ മിസ്റ്റേക്കിൽ നിന്ന് 1000 കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് പഠിക്കാനുണ്ടാവും. എപ്പോഴാണ് അത് ഉപകാരപ്പെടുക? ആ മിസ്റ്റേക്ക് നമ്മൾ തിരുത്താൻ തയ്യാറാവുമ്പോൾ മാത്രം. അപ്പം മാത്രം. മറ്റേതെന്താണ്ടാവുക, നമ്മളതിലേക്ക് എത്തില്ല. ആ ഡൈവേർഷനിലൂടെ കയറിപ്പോയി നല്ല ഹൈവേന്ന് നമ്മൾ എന്ത് ചെയ്യും, നല്ല റോട്ടിന്, വില്ലേജ് റോട്ടിലേക്ക് കയറിയിട്ട് കഷ്ടപ്പെട്ടിട്ട് വീണ്ടും ചുരുങ്ങിയ ഇടവഴികളിലൂടെ പോയിട്ട് നമ്മളിങ്ങനെ കുടിസായി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആർക്കും വേണ്ടാത്ത അന്ത്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. പണമാണ് എല്ലാ സുഖം തരുന്നത് ഒരിക്കലും നമ്മൾ പറയാൻ പറ്റില്ല. പണം വേണം നിർബന്ധമാണ് ജീവിക്കണമെങ്കിൽ. അത് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ സാധനമാണിത്, സ്കിൽ. ഇത് നമ്മൾ എപ്പോഴാണോ റൈറ്റ് സെൻസിൽ ഉപയോഗിക്കുന്നത്,
when you will become better and better. നമ്മളോട് ആരെങ്കിലും പറയണേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പറയണേ ഗുഡ് 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 ഗുഡ്, വെറുതെ ഗുഡ് പറഞ്ഞാൽ. ഗുഡ് ഈസ് ദ എനിമി ഓഫ് ബെറ്റർ. ഗുഡ് ഈസ് ദ എനിമി ഓഫ് ബെറ്റർ. ബെറ്ററിന്റെ ശത്രുവാണ് എന്ത്? ഗുഡ്. ഗുഡ് എന്ന് പറയുന്നത് യെസ്, നമുക്ക് ബെറ്റർ ആണ് ആവേണ്ടത്. മോർ ബെറ്റർ. ബെറ്റർ ആണ് നമ്മളെ ലൈഫ്. ഈ ലൈഫ് സെറ്റാകാത്ത ഒരാൾക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. അയാൾ ഡിസ്റ്റർബ്ഡ് ആണ്. എങ്ങനെ ചെയ്യും? ചെയ്യാൻ കഴിയൂല. അയാൾക്ക് ചെയ്യാൻ കഴിയില്ല. എത്ര ജോലി കിട്ടി, ഇനി അപ്പം എന്താണ്ടാവുക? ജോലി ചെയ്തു, ശമ്പളം കിട്ടി, പക്ഷെ ഒരു സ്വസ്ഥതയുള്ള ജീവിതേ ഉണ്ടാവില്ല. ഇനി എന്തിനാ നമ്മൾ ജോലി ചെയ്യുന്നത്? ജോലി നമ്മൾ സത്യത്തിൽ എന്തിനാ ചെയ്യണത്? ലൈഫ് സെറ്റാവാൻ, സന്തോഷം ഉണ്ടാവാനാണ്. ഈ ജോലി കിട്ടിയ കാരണത്താൽ സന്തോഷമില്ലെങ്കിലോ ആ ജോലിന്റെ പ്രശ്നമാണത്? അല്ല, ആ ജോലിയെ നമുക്ക് കൺസീവ് ചെയ്യാൻ, ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. വൈ? എന്തുകൊണ്ട്? എൻ്റെ അടിത്തട്ടിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇതാണ് പ്രശ്നം. അല്ല ജോലിന്റെ കുഴപ്പമോ സ്ഥാപനത്തിന്റെ കുഴപ്പമോ ഒന്നുമല്ല, ഒറ്റ കുഴപ്പമുള്ളൂ, അപ്പോഴും നമ്മളിലേക്കാണ് പ്രോബ്ലം. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. എന്തിനാണ് ഒബ്സർവ് ചെയ്യുന്നത്? നമുക്ക് പഠിക്കാൻ. ചിലപ്പോൾ നമ്മൾ ആ എക്സൈറ്റ്മെന്റ് ഒന്ന് ചിലപ്പോൾ ചവിട്ടി വെക്കും. തീ ഇങ്ങനെ കാണുകയാണ്, നല്ല കണലാണ്, നല്ല ഭംഗിയുണ്ട്, നമുക്കറിയാം അത് പൊള്ളുമെന്നൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് ചിലപ്പോൾ ഒന്ന് തൊട്ട് നോക്കിയാലോ, ചെറുതായിട്ട് തൊട്ട് നോക്കിയാലോ ചെറിയൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നമ്മൾ തല ഒന്നായിട്ടേക്ക് പൂത്തോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ ഒന്ന് തൊട്ട് നോക്കി, പൊള്ളി, വേഗം റിട്ടേൺ വലിച്ചു, ബസ്. പിന്നെ തൊടോ? ഇല്ല. കറക്റ്റ്. എന്താ കാരണം? എല്ലാവരും പറഞ്ഞിട്ടുണ്ട് തീ പൊള്ളും, കണല് പൊള്ളും, ചവിട്ടേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആണെങ്കിലും എനിക്കൊരാഗ്രഹം എന്താണ്? ചവിട്ടി നോക്കിയാലോ, എന്താണെന്ന് അറിയില്ലോ. അപ്പൊ നമ്മൾ മെല്ലെ ചവിട്ടി നോക്കി, പൊള്ളി, പിന്നെ എന്ത് ചെയ്യൂല? ചെയ്യണം. പിന്നെ ചെയ്യരുത്. പിന്നെ എന്താണ്? വിഡ്ഢിത്തമാണ്, ചെയ്യരുത്. അപ്പൊ ഇത് ഒബ്സർവ് ചെയ്യണം. എന്തിനാണ് ഒബ്സർവ് ചെയ്യുന്നത്? ധാരാളമായിട്ടുള്ള ഒബ്സർവേഷൻ സ്കിൽ അന്നുണ്ടായിരുന്നു. എന്തൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിരുന്നു? നമ്മളെ ഉമ്മ നമ്മളെ ചെറിയ അനിയത്തിക്ക്, അല്ലെങ്കിൽ താത്ത നമ്മളെ അനിയത്തിക്ക് എന്ത് കൊടുക്കുന്നത്? പാല് കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, തൊട്ടിലാട്ടുന്നത്, അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും, ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിരുന്നു? അന്ന് ഒബ്സർവ് ചെയ്തിരുന്നു. ആ ഒബ്സർവ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ആ പ്രവർത്തികളൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിച്ചതല്ല, ആണോ? അല്ല. അത് നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്? യെസ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ ഉള്ളിൽ എന്തുണ്ട്? ഒബ്സർവേഷൻ സ്കില്ല് എന്ന് പറയുന്ന സാധനം ധാരാളം ഉണ്ട്. അത് നമ്മൾ നമ്മളുടെ ജീവിത വിജയത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്സസ് ആവാൻ പറ്റും. നമ്മളുടെ വിഷൻ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. ലോങ് ആയിട്ട് കാണാം. വളരെ, അതായത് വിഷൻ എന്ന് പറയുന്നത് തന്നെ അതാണ്. നമ്മൾ ഒരുപാട് കാലത്തേക്കുള്ളത് കാണണം. ഒരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം ഒരു പാരസെറ്റമോൾ കുടിച്ചാൽ മതി. പക്ഷെ പനി നിൽക്കില്ല. അതിന്റെ കൂടെ ആന്റിബയോട്ടിക് കൂടെ കുടിച്ചാലേ എന്ത് ചെയ്യുള്ളൂ? പനി ഫുള്ളായിട്ട് മാറുള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ആരടുത്ത് പോകണം? ഒരു ഡോക്ടറെ അടുത്ത് പോകണം. നമുക്കറിയാം പനിയാണ്, പാരസെറ്റമോൾ കുടിച്ചാൽ നിൽക്കും, അതിന് കൂടെ ആന്റിബയോട്ടിക് കുടിച്ചാൽ മതി, അത് കഴിക്കുമ്പോൾ അതിന് ഗ്യാസ് വേണ്ടി, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഡോക്ടറെ അടുത്തേക്ക് പോകണത് എന്തിനാണ്? ഐ വാണ്ട് എ സപ്പോർട്ട്. ആ സപ്പോർട്ട് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്ത് ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്തിനാണ് ക്ലാരിറ്റി? ഇതെങ്ങാനും വേറെന്തെങ്കിലും ആകുമോ, ലക്ഷണമാണോ? അപ്പൊ അങ്ങനെ ഡോക്ടർ പറയാണ് ഇത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അല്ല, ഡോക്ടർ പറയണത് ഇതൊന്ന് ചെക്ക് ചെയ്യണം, നമ്മൾ റെഡിയാണ്. പണം ഉണ്ടെങ്കിൽ നമ്മൾ പണം അപ്പത്തനോട്, ഇല്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും എന്ത് ചെയ്യും? സംഘടിപ്പിക്കും. ഗ്യാരണ്ടിയാ. എന്താ കാരണം? നമുക്ക് ഏറ്റവും വലുത് നമ്മളെ ഹെൽത്ത്. ഇതാണ് സാധനം. ഇതേപോലെ തന്നെയാണ് എല്ലാം. രണ്ട് ഹെൽത്തും ഉണ്ട്, ഫിസിക്കൽ ഹെൽത്തും ഉണ്ട്, മെന്റൽ ഹെൽത്തും ഉണ്ട്. രണ്ടും ഇതേപോലെ തന്നെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോങ് വിഷൻ വേണം. എന്താണ്? നമ്മൾ ഒരു ദിവസം കൊണ്ട് തീരാനുള്ളതല്ല, ആണോ? അല്ല. നമ്മൾ ഒരാൾ ചിന്തിക്കാണ് ഞാൻ എപ്പോഴാ മരിക്കാറ്, എപ്പോൾ മരിക്കാറ്. ഒരാൾ ഇങ്ങനെ ചിന്തിച്ച് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഇല്ല. നമുക്കറിയാം എന്ത്? എൻ്റെ ശ്വാസം ഉള്ളിലേക്ക് പോയത് പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു?
തീർന്നു. പിന്നെ ഇപ്പം എന്തിനാപ്പം ഞാനിങ്ങനെ അങ്ങനെ ചിന്തിച്ചാൽ എന്താ? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കോ? ഇല്ല. വയ്യാതെ കിടക്കുന്ന ഐ സിയുയിൽ കിടക്കുന്ന അല്ലെങ്കിൽ വെന്റിലേറ്റർ കിടക്കുന്ന രോഗി പോലും എന്ത് ചെയ്യൂല, അങ്ങനെ ചിന്തിക്കൂല. ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്സ്, നമ്മൾ മനുഷ്യനാണ്. അപ്പം നമ്മൾ നമുക്ക് ലോങ് വിഷൻ വേണം. അങ്ങനെ പോകണം. എനിക്ക് ഇന്നതായിരിക്കണം, എൻ്റെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കണം, ഏറ്റവും കൂടുതൽ എനിക്ക് വാല്യൂ ഉണ്ടാക്കാൻ പറ്റണം. എവിടൊക്കെയാണോ എന്നെ മോശമാക്കിയത്, അല്ലെങ്കിൽ എവിടൊക്കെയാണോ എന്നെ എന്താ പറയാ എന്നെ മാറ്റി നിർത്തപ്പെട്ടത്, അവിടെയെല്ലാം എന്നെ കളിയാക്കിയവരായിരിക്കണം, അവരോടെല്ലാം എനിക്ക് എൻ്റെ വിജയങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം? മറുപടി പറയണം. വായ കൊണ്ടല്ല, എന്തുകൊണ്ട്? വിജയം കൊണ്ട് മറുപടി പറയണം. ആ വിജയം കൊണ്ട് മറുപടി പറയണമെങ്കിൽ നമ്മളത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്കൊരു കറക്റ്റ് വിഷൻ വേണം, ഒരു ഇമാജിനേഷനിൽ നമ്മൾ വേണം. ആ ഇമാജിനേഷനിൽ നമ്മൾ തിളങ്ങി നിൽക്കുന്നത് നമ്മളായിരിക്കണം. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ കുറേ കല്ലും മുള്ളുകളും ഉണ്ടായിരിക്കും. അതിനെ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാണെങ്കിൽ ഒബ്സർവേഷൻ നടത്തിയിട്ട്, താഴേക്കും മേലേക്കും ഒബ്സർവേഷൻ നടത്തിയിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കണം. അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള സാധനമാണ് ക്രിയേറ്റിവിറ്റി. എന്താണ് ക്രിയേറ്റിവിറ്റി? എന്താണ് ക്രിയേറ്റിവിറ്റിയുടെ പ്രത്യേകത? ക്രിയേറ്റീവായിട്ട് ഞാൻ എങ്ങനെ അതിനെ ചെയ്യണം? മുന്നുണ്ടായിരുന്നു, നമ്മൾ ഇതിനൊക്കെ ഒബ്സർവ് ചെയ്തു. അതായത് ഇതിനെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്തു, ഉമ്മാന്റെ അടുത്ത് നിന്ന് എല്ലാം ഒബ്സർവ് ചെയ്തു, അടുക്കളയിലുള്ള എല്ലാ പ്രയാസങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. എന്ത് ചെയ്തു? ക്രിയേറ്റിവിറ്റി. എന്താണ് ക്രിയേറ്റിവിറ്റി? എന്താ ക്രിയേറ്റിവിറ്റിന്റെ പ്രത്യേകത? നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാം കണ്ടു, എന്നിട്ട് അതേപോലെ അതിന്റെ മോഡൽ നമ്മൾ അപ്പുറത്തുണ്ടാക്കി. എന്തുകൊണ്ട്? മണ്ണ് കൊണ്ട്, ഓല കൊണ്ട്, അല്ലെ, കളിപ്പാട്ടങ്ങളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബിൽഡ് ചെയ്തു. നിങ്ങൾ ചെയ്തീനോ അങ്ങനെ? എന്തൊക്കെ ഉണ്ടാക്കി നിങ്ങള്? യെസ്, പുട്ട്, കുറ്റിപ്പര, പിന്നെ ചോറും കറിയുണ്ട്. അത് തിന്നാൻ പറ്റീനോ? കഴിക്കാൻ പറ്റീനോ? ഇല്ല. പിന്നെ കേക്ക് കഴിക്കാൻ പറ്റീനോ? ഇല്ല. പിന്നെ പറ, നിങ്ങൾ ചെറുതല്ലേനോ? നേരെ വലുതായി പോന്നാ? അല്ല, ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? എന്താ ഉണ്ടാക്കിണ്ടേ? ഇനി ഞാനിത് കരുതിയ എന്താ വെച്ചാൽ കുറെ ആൾക്കാർ പറയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ അതിനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് മണ്ണുകൊണ്ട് ആദിക്കൊന്ന് കൽപ്പിച്ച് കൊണ്ടുവരണത്. അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ശരിക്കും കുറച്ച് ചേരാട്ടനൊക്കെ പിടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഒബ്സർവേഷനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാലൊന്ന് മാറുള്ളൂ. ഇപ്പൊ എന്താ വെച്ചാല് ഞാനോ ഇങ്ങനെയാണ് ഓരോരുത്തർ ഇരിക്കണത്. ഞാനൊന്നും സാറേ, ഞാൻ മണ്ണിൽ കളിക്കണ ആളല്ല. ഞാൻ എന്തെങ്ങനെ ചെയ്യാ? നിങ്ങൾ ആലോചിച്ചേക്ക് എന്തൊക്കെ ഉണ്ടാക്കി നിങ്ങളൊന്ന് പറഞ്ഞാണ്. ചിരട്ട പോട്ടെ, പിന്നെ അന്റെ പറയും ചിരട്ടല്ലേനോ? പിന്നെ ചോറ്, പിന്നെ കറി എന്തുകൊണ്ട് വെച്ചിന്റെ ഇല, പിന്നെ കേക്ക്, പിന്നെ ഇല പൈസ ആക്കിയിരുന്നു, പിന്നെ പ്ലാവിന്റെ ഇല കൊണ്ട്, പിന്നെ നീണ്ട് ഓലോണ്ട് വാച്ച്, പിന്നെ കണ്ണട, പിന്നെ ഇതെന്തൊക്കെ ഏതോ മറ്റേ ശിലായുഗത്തിൽ നിന്ന് ഒന്നാൾ എന്താ പറയുന്നത് പറയാ? പവർ എന്തുകൊണ്ട്? ഓല. ഓക്കെ. തത്തമ്മ, പിന്നെ കൊച്ചിക്കോട്ട്, യെസ്, വണ്ടി, പന്ത്, പശുവിനെ. പിന്നെ യെസ്, ഇതൊക്കെ നമ്മളെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. യെസ്, അതേ ക്രിയേറ്റിവിറ്റിയാണ് ഇപ്പോഴുള്ളത്. എന്താണ്? പാന്റ്, ജീൻസ് പാന്റ് ഇവിടെ കീറിപ്പോയി, എന്ത് ചെയ്യും? ഇവിടെയും കൂടി ഒന്ന് കീറി കൊടുക്കും. ദാറ്റ് ഇസ് ക്രിയേറ്റിവിറ്റി. താത്താന്റെ ഡ്രസ്സാണ്, നല്ല ഭംഗിയുണ്ട്, എനിക്ക് കുറച്ച് ലൂസാണ്, എന്ത് ചെയ്യും? ഷേപ്പായി കൊടുക്കും. ദാറ്റ് ഇസ് ക്രിയേറ്റിവിറ്റി. ഇന്നലത്തെ കറിയാണ്, ഇന്നലെ അത് ചിക്കൻ കറി ആയിരുന്നു, ഇന്ന് അത് എന്തായി മാറി? മുട്ടക്കറിയായി മാറി. എന്താ കാരണം? ദാറ്റ് ഇസ് ക്രിയേറ്റിവിറ്റി. മനസ്സിലായോ? ഇത് ക്രിയേറ്റിവിറ്റി. ഞാൻ എന്തിനാ പറഞ്ഞത്? നിങ്ങളെ ഇഷ്ടം പോലെ ഉണ്ട്, അത് പറഞ്ഞു തരാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ്. എന്റെ വീട്ടിൽ അങ്ങനെ വരലുണ്ട്. എന്താ വിഷയം? എന്താ വിഷയം? ഞാനെന്താ വേറെ രാജ്യത്താ ജീവിക്കണല്ലോ? എന്റെ വീട്ടിൽ വരലുണ്ട്. ചട്ടുകറി, ചട്ടിനി, മോരുകറി ആവും, പിന്നെ മീൻകറി,
മീൻകറി എന്താവുക? വലുതോ? അപ്പൊ എന്താ ടേസ്റ്റ് തന്നെ മാറും, അടുത്ത ദിവസത്തിന് മാറൂലേ? ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി. ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ഇന്നൊന്നും ഉണ്ടാക്കി തരും സാധിക്കൂല. എന്താണ് ക്രിയേറ്റീവ്? ഇന്ന് വേറെ രൂപത്തിലാണ്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യും. ഫ്രൈഡ് റൈസ്, പിന്നെ പഴയ ചോറുണ്ട് പുട്ട്, പിന്നെ ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് പല സാധനങ്ങളാക്കിയിട്ട് ഉണ്ടാക്കൂലേ? എന്താ ഇത്? ക്രിയേറ്റിവിറ്റിയാണ്. ഇത് ക്രിയേറ്റിവിറ്റിയാണ്. എന്നത്തെ ക്രിയേറ്റിവിറ്റിയാണ്? പണ്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത്, ശരിയായ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ട് അതിൽ നിന്ന് ഞാൻ എന്തുണ്ടാക്കിയിരുന്നു? മണ്ണ് കൊണ്ടും കല്ലുകൊണ്ടും ചിരട്ട കൊണ്ടും എല്ലാം ഞാൻ അതിൻ്റെ മോഡൽ ഉണ്ടാക്കിയിരുന്നു. ഇന്ന് എന്ത് ചെയ്തു? ഇത് കണ്ടിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ആ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കി. അപ്പൊ ഒബ്സർവേഷൻ സ്കില്ല് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ക്രിയേറ്റിവിറ്റി അതിലേറെ ഉണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടാവണം? നമ്മൾ സംബന്ധിച്ച് ഒരു ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആവുള്ളൂ. ഒരു ഉമ്മയായി അമ്മയായിട്ടുള്ളൊരു ഇമാജിനേഷൻ നമുക്കുള്ളത് കൊണ്ടാണ് എന്തുണ്ടായത്? അതിനെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ആകാനേ സാധിച്ചത്. ഇനി ഇതൊക്കെ ഉണ്ടായിട്ട് അപ്പൊ ഇനിയുള്ള ലൈഫിൽ എങ്ങനെ ഇത് ഉപയോഗിക്കണം? നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടാൽ, ഒരു പ്രോബ്ലം നമ്മളെ ബാധിച്ചാൽ എങ്ങനെ ഞാൻ ഇതിനെ ക്രിയേറ്റീവായിട്ട് മാറ്റും? എങ്ങനെ മാറ്റും? നാളെ രാവിലെ കറി ഇല്ല, കറിക്ക് സാധനവുമില്ല. ഉടനെ നമ്മളുടെ ഉള്ളിൽ തോട്ട്സ് പ്രോസസ്സ് വരും. എന്താണ്? ഫ്രിഡ്ജിൽ എന്തോ ഉണ്ടോ നോക്കട്ടെ. ഫ്രിഡ്ജിൽ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ കണ്ടത് എന്താണ്? അപ്പൊ കണ്ടത് അവിടെ ഒരു കറി ഉണ്ട്, പിന്നെന്തായാലും അവിടെ കുറച്ചൊരു മല്ലിച്ചപ്പ് കരകളൊക്കെ ഉണ്ട്, ഒരു തേങ്ങന്റെ മുറിയുണ്ട്, പിന്നെ ഒരു 4 കോഴിമുട്ടയും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വിദഗ്ധമായിട്ട് അതിനെ ക്രിയേറ്റീവായിട്ട് ഇന്നത്തെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ മുന്നേ നിങ്ങൾ ആ കറി ഉണ്ടാക്കിയപ്പോ നിങ്ങൾ കരുതിയിരുന്നത് എന്താ വെച്ചാല്, ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്, നല്ല അപ്രീസിയേഷൻ കിട്ടുന്ന എഴുതിയിട്ട് ഇങ്ങനെ നിന്നിരുന്നു. അന്ന് എന്താ പറയാ? ഒന്നും മിണ്ടാതെ എണീറ്റ് പോയി. ആര്? ഹസ്ബൻഡ്, അല്ലെങ്കിൽ ആരേനോ നിങ്ങൾ പ്രതീക്ഷിച്ചത് പോയി. അപ്പൊ നിങ്ങൾ സങ്കടപ്പെട്ടിനു. എന്താണ്? ഇല്ല. ഇന്നത്തെ ഈ ക്രിയേറ്റിവിറ്റി കൊണ്ട് ഉണ്ടാക്കിയ കറി അടുത്ത ഇത് സൂപ്പർ കറിയാണല്ലോ, ഇതെവിടുന്ന് ഉണ്ടാക്കിയത്? നാളെ കുറെ ദിവസം കഴിഞ്ഞ് പറയാം, നാളെ ഈ ഉണ്ടാക്കിയ കറി ഇല്ല, ഉണ്ടാകും. എങ്ങനെ സാധിക്കാനാ? ആ മെറ്റീരിയൽസ് നമ്മളെടുത്തില്ല, ഉണ്ടോ? ഇല്ല. ഇതാണ് സത്യം. അപ്പൊ ക്രിയേറ്റിവിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ക്രിയേറ്റിവിറ്റി, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷെ എന്താണ്? നമ്മളതിനെ പോസിറ്റീവ് സെൻസിൽ ഉപയോഗിക്കുമ്പോൾ, നമ്മളെ ലൈഫിലെ വിജയത്തിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒബ്സർവേഷൻ എന്താ? ഒബ്സർവേഷന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്തു, ശ്രദ്ധിക്കണേ. നമ്മൾ ഒരു കോഴ്സ് എടുത്തു. ആ കോഴ്സ് എടുത്തിട്ട് ഈ കോഴ്സ് കഴിയുമ്പോഴേക്ക് എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും എന്ത് ചെയ്യണം? അലയടിച്ചു കൊണ്ടേയിരിക്കണം. അല്ല ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബുക്ക് പൂട്ടി വെച്ചു, ഇന്ന് രാത്രിയായ വേറെ സ്റ്റൈല് അല്ല. ഏത് സമയത്തും നമുക്ക് അതിൽ ജീവിക്കാൻ പറ്റണം. ഏതില്? നമ്മൾ കണ്ട ഇമാജിനേഷനിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. ആ ഇമാജിനേഷനിൽ ജീവിക്കുമ്പോഴാണ് നമ്മളെ ക്ലാരിറ്റി ഇങ്ങനെ കൂടി വരിക. അപ്പോഴാണ് നമ്മളെ ഹൈവേ ഒക്കെ ഓപ്പൺ ആവുക. ആ ചിന്തകളാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ ചിന്തകളാണ് നമ്മൾ വണ്ടിയൊക്കെ പോകുമ്പോൾ ഫുള്ള് എന്താ പറയാ, മൂടൽ മഞ്ഞ് വന്നു, നമ്മൾ സ്വാഭാവികം വൈപ്പർ ഇടേണ്ടി വരും. വൈപ്പർ ക്ലീൻ ആക്കി കൊടുക്കേണ്ടി വരും. എപ്പോഴും നമ്മൾ മുന്നിൽ അതും കഴിഞ്ഞിട്ട് കിട്ടാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോഗ് ലാമ്പ് ഇടേണ്ടി വരും. അതേപോലെ നമ്മൾ ഓരോ സമയത്തും നമുക്കതിന് വേണ്ട സാധനങ്ങൾ നമ്മളെ കയ്യിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ജീവിക്കണം. അതിൽ ജീവിക്കാൻ മാത്രമല്ല, അതായി ജീവിക്കണം. അതിനൊരു ചെലവുമില്ല, അതായി ജീവിക്കണം. അപ്പോഴാണ് പവർ ഉണ്ടാവുക. അല്ല അതിപ്പോൾ എന്താ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു തരൂലേ, അങ്ങനെ നിന്നാ കിട്ടില്ല. അതായി ജീവിക്കണം. അതായി ജീവിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. അങ്ങനെ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ പോകുന്ന ഒരാൾ ഇങ്ങനെ പോകുന്നുണ്ട്, അതിങ്ങനെ ഒബ്സർവ് ചെയ്യണം. ഞാൻ ഉദ്ദേശിച്ചത് ഈ പോസ്റ്റ് കാണാൻ പോകുന്നത്, നാളെ ഞാൻ ഇരിക്കും. അത് വേണം പവർഫുൾ ആയിട്ട്. അതില്ലെങ്കിൽ അത് നോക്കിയിട്ട് പറയാം, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്നെ കാണാൻ ആലോചിച്ച് ഉണങ്ങിയ സമൂസ തന്നെ വേണം. നമ്മളെന്താ ആലോചിച്ച്? അങ്ങനല്ല. ഉൾപ്പെടെ സൂപ്പറാണ്, എനിക്കും അതിലേക്ക് പോകണം. അതിനെന്താ എൻ്റെ അടുത്ത് ഇനി കുറവുള്ളത്? ഞാൻ അതിനെ ബിൽഡ് ചെയ്യും. എങ്ങനെ? ക്രിയേറ്റീവായിട്ട് ഞാൻ ബിൽഡ് ചെയ്യും. അതിനാണ് എൻ്റെ ക്രിയേറ്റിവിറ്റി. അല്ല നമ്മൾ വെറും കറി ഉണ്ടാക്കാൻ മാത്രമല്ല, നമ്മളെ ഉള്ളിൽ ഇത് ഉണ്ട്. ഇത് പുറത്തുനിന്ന് തന്നൊന്നുമല്ല. ഇതൊരു പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ട്രെയിനിങ് എടുത്തു ഒന്നുമല്ല. ഇതൊക്കെ ഞാൻ എന്തിനാ ഈ പറയുന്ന കാര്യങ്ങളെ, ഇതൊക്കെ നമ്മൾ ഇൻബിൽട്ട് ആക്കിയിട്ട് ഇങ്ങോട്ട് തന്നതാ. ആരെങ്കിലും ഉണ്ടാക്കി? നിങ്ങളെ ഉമ്മ ഇത് ഉണ്ടാക്കും പറഞ്ഞോ? നിങ്ങളോട് ഇതേപോലെ ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കണം, ഇതേപോലെ ഈ പഴയ കറി കൊണ്ട് ഉണ്ടാക്കണം, നിങ്ങൾ പഠിപ്പിച്ചതിനോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്തു? ആ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളെ ഉള്ളിൽ ആ സാധനം വന്നത് എന്തുകൊണ്ടാണ്? ഈ കഴിവ് നിങ്ങളെ ഉള്ളിൽ
ഉള്ളത് കൊണ്ടാണ്. അതില്ലെങ്കിൽ ഉണ്ടാവില്ല. ഇനിയോ അത് കഴിയുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഇൻക്വസ്റ്റീവ്നെസ്, അതായത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് ധാരാളം ഉണ്ടായിരുന്നു എന്നാണ്. ചെറിയ കുട്ടിയാവുമ്പോഴാണ് അല്ലെ അമ്പിളി മാമനെ കണ്ടപ്പോ നമ്മൾ എന്തൊക്കെ ചോദ്യം ചോദിച്ചു? ചെറിയ കുട്ടിയായപ്പോ അമ്പിളി മാമനെ കണ്ടിട്ടില്ലേ? പിന്നെ രാത്രി എടുക്കാൻ പോണേ, പിന്നെ യെസ് നമ്മളെ കൂടെ എന്താണ് വരുന്നത്? യെസ്, പിന്നെ ഇനിയുണ്ട്. നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുമ്പോ നമ്മളെ നമ്മളെ കാണുന്നത്, പിന്നെ എന്താ ഓഫായി കാണുന്നത്? പിന്നെ ഇതിനൊന്നും പലതിനും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ചോദ്യം നിർത്തി. കാരണം എന്താ, ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളോട് എന്താ പറയാ, എൻ്റെ ഒരു ചോദ്യം കൊണ്ട് കുടുങ്ങി. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വൈകാരിക തലത്തിൽ എന്ത് ചെയ്തു? അവിടെ ഒരു കടിഞ്ഞാണിട്ടു. എന്താണ്? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്തവനാണ്. ഇതാണ് പ്രശ്നം. ബാഹ്യതലം, ആന്തരിക തലം, വൈകാരിക തലം, 3 സ്റ്റേജാണ് മനസ്സിനുള്ളത്. 3 സ്റ്റേജാണ്. മനസ്സിലായോ? ആ 3 സ്റ്റേജിൽ ഏറ്റവും അടിത്തട്ടിൽ നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന സാധനമാണ് എന്ത്? യെസ്, വൈകാരിക തലത്തിൽ കിടക്കുന്ന ഈ സാധനങ്ങൾ. അന്ന് നശിച്ചതാണ് ഇതെല്ലാം. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഉള്ളിൽ നിന്ന് നശിച്ചതാണ് ഇതെല്ലാം. ഇത് ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ട്, വേറെ ഒരു വലിയ വിസ്ഡം ഉണ്ട്, വലിയൊരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് വിഷൻ വേണം, നമുക്കൊരു നല്ല കറക്റ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാട് വേണം. അതിന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ കഴിയണം. അതിന് വേണ്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അപ്പം മാറ്റം വരുത്താൻ കഴിയുന്ന ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അതുമായി പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ശരിക്കും നമ്മൾ ഒരു കാർ വാങ്ങാൻ തീരുമാനിച്ചു. ശ്രദ്ധിക്കണേ, ഒരു കാർ വാങ്ങാൻ തീരുമാനിച്ചു. ഒരു മാരുതി കാറാണ് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചത്. പിന്നെ നമ്മൾ റോട്ടിൽ കാണുന്ന മുഴുവൻ മാരുതി കാറാണ് ഏറ്റവും കൂടുതൽ. മനസ്സിലായോ അല്ലെ? അത് കാണാൻ എന്താ കാരണം? അത് കാണുന്ന വെച്ചാൽ നമ്മളെ സാധനമായിട്ട് പ്രകൃതി കണക്ട് ആണ്, ലോ ഓഫ് അട്രാക്ഷൻ ആണ്. മാരുതി കാർ മുന്നേ ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അതിലേക്ക് ഫോക്കസ് ആവുകയാണ്, ഓട്ടോമാറ്റിക്കലി ആവുകയാണ്. ഇതേപോലെ വേണം. അപ്പൊ നിങ്ങളെ ഉള്ളിൽ ഉണ്ടാവുന്ന സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടിവേഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നത്. എനിക്കത് വേണം, എനിക്ക് അങ്ങനത്തെ ആയിരിക്കണം, ഇങ്ങനെ ആവണം, ഇതിങ്ങനെ വേണം. തടസ്സം എന്ത് വന്നാലും അതിനെ പിന്തിരിപ്പിക്കാൻ, അതിനെ ഓട്ടോമാറ്റിക്കലി പിന്തിരിപ്പിക്കാൻ ഈ സാധനം എങ്ങനെ വേണം. ഇനി അത് ഒറ്റക്ക് കഴിയുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മെന്റർഷിപ്പ് എടുക്കണം, എവിടെയെങ്കിലും ഒരു സാധനം കൊളുത്തിടണം. അതിങ്ങനെ ഇടക്കിടക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? കാരണം ഇതിനാണ് പൈസയും ഇതിനാണ് സമയം നമുക്ക് ചെലവാക്കേണ്ടത്. വേറെ എന്തിന് ചെലവാക്കിയാലും നമുക്ക് തിരിച്ചു കിട്ടൂല. നമ്മളെ ലൈഫിൽ തിരിച്ചു കിട്ടൂല. വേറെ എവിടെ ചെലവാക്കിയാലും ഉറപ്പുള്ള സാധനം ഇതാണ്, എന്തായാലും കിട്ടും, എന്തായാലും തിരിച്ചു കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം? ആദ്യം നമ്മളോട് ചോദിക്കണം, നേരത്തെ പറഞ്ഞ പോലെ വൈ, എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ടാണ് എന്നെ എല്ലാവരും വെറുക്കപ്പെടാനുണ്ടായ കാരണം? എന്നെ അവർ ഇഷ്ടം നടിച്ചാലും ഇപ്പൊ അവരുടെ ഉള്ളിൽ എനിക്ക് ഇഷ്ടമില്ല, സന്തോഷത്തോടു കൂടി ഒരു ചിരിയില്ല, സന്തോഷത്തോടു കൂടി ഒരു ജീവിതമില്ല, ഇതൊന്നും എന്തുകൊണ്ടാണ് എനിക്കില്ലാതായത്? ആരാണ് ഇതിന്റെ കാരണക്കാരൻ? അയാൾ അല്ല, ഞാൻ. എന്താണ് കാരണം? അങ്ങനെ അയാൾ ചെയ്യുന്ന ആളായിട്ട് ഞാൻ മനസ്സിലാക്കിയ അന്നു മുതൽ ഞാൻ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ല, എൻ്റെ പണം ചെലവാക്കിയില്ല, എൻ്റെ സമയം ചെലവാക്കിയില്ല. അതുകൊണ്ട് ഞാൻ ചെലവാക്കുകൊണ്ട് എനിക്ക് ഉയരങ്ങളിലേക്ക് കയറാൻ സാധിച്ചില്ല. എനിക്ക് അപ്പുറത്ത് ഞാൻ കാണാത്ത ആ ഒരു വിഷൻ എനിക്ക് കാണിച്ചു തരാൻ ആരും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ഉണ്ടായില്ല? ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചില്ല. ഇതാണ് സത്യം. അതുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ല. ആ ക്വസ്റ്റ്യൻ നമ്മളോട് ഇങ്ങനെ ചോദിക്കണം. പണ്ട് ചെറിയ കുട്ടിയായപ്പോൾ ചോദിച്ച പോലെ യെസ്. അപ്പൊ നമ്മൾ കുറെ ചോദിക്കുമ്പോൾ നമ്മളോട് എന്താ പറയാ? എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അല്ല, അങ്ങനല്ല. അറിയില്ലെങ്കിൽ കുട്ടികളോട് പറയാ, തൽക്കാലം ഇമ്മച്ചിക്ക് ഇത് അറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം, ഓക്കെ.
ആ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കഴിവ് നമ്മൾ വീണ്ടും അതിനെ എടുക്കണം. എങ്ങനെ ചോദിക്കണം? ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? അല്ല, നിങ്ങൾ ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ല നിങ്ങളിപ്പോ എന്ത് ചുരിദാർ എനിക്ക് എടുത്തിടാത്തത്? നിങ്ങളല്ലേ എനിക്ക് എടുത്തിടേണ്ടത് അല്ലേ? നിങ്ങൾ എന്നെ കെട്ടി അന്ന് മുതൽ പിന്നെ നിങ്ങളല്ലേ എൻ്റെ എല്ലാ കാര്യം ചെയ്തു തരേണ്ടത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു മിനിറ്റ്, സോറി, ചോദ്യം ഇതാണ്. ആ ചോദ്യം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആണോ അല്ലേ? പ്രശ്നങ്ങളുടെ തുടക്കം പ്രശ്നങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ആക്കുന്ന ആ ചോദ്യങ്ങളാണ്, ആ ഇൻക്വസ്റ്റീവ്നെസ് ആണ്. എന്തിനാ നമ്മൾ ഉപയോഗിച്ചത്? നെഗറ്റീവിനാണ് അത് ഉപയോഗിച്ച്. എന്തുകൊണ്ടാണ്? ഞാനത് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? അത് പഠിക്കണം. ഹൗ എങ്ങനെ ഞാൻ അത് ചോദിക്കണം, അത് പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ സാധനം ചെലവാക്കണം. അപ്പോഴേ പടി കേട്ടു. സമയം വേണം, പൈസയും വേണം. രണ്ടും ഇല്ലെങ്കിൽ നടക്കൂല. അങ്ങനെ ആരെല്ലാം പഠിച്ചോ അവരെല്ലാം ലോകത്ത് വിജയിച്ച് ഇങ്ങനെ കയറി വരും. ആരെല്ലാം പഠിക്കാതിരിക്കുന്നുണ്ടോ അവരെല്ലാം എന്നും ആ നിലയിൽ നിൽക്കും, അല്ലെങ്കിൽ അതിലേറെ താഴേക്ക് പോകും. കാരണം എന്താ വെച്ചാൽ ഒരാള് ഒരു സ്ഥലത്ത് ഒരു വേസ്റ്റ് കൊണ്ടുവന്നിട്ടു, ആ സ്ഥലത്ത് ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമാണ് എന്ത്? വേസ്റ്റ് വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളത് കണ്ടു വേസ്റ്റ്, നിങ്ങൾ എന്ത് ചെയ്തു? ഒരു നല്ല മനസ്സോട് കൂടിയിട്ട് അത് അവിടെ ഇടാൻ പാടില്ല, മോശമാണ്, അത് എടുത്തിട്ട് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഒഴിവാക്കി, അത് വേസ്റ്റ് വെക്കേണ്ട സ്ഥലത്തേക്ക് ഒഴിവാക്കി. ദാറ്റ്സ് എ ഗുഡ് അല്ലേ? അതൊരു നല്ല കാര്യമാണ്, ആണോ അല്ലേ? ആണ്. അതേസമയം നിങ്ങൾ എന്ത് ചെയ്തു? ഓൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, വൃത്തികെട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടുന്ന് പോയും ചെയ്തു. എന്താ സംഭവിച്ചത്? അവിടെ അടുത്ത ആൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ വേസ്റ്റിന്റെ എണ്ണം കൂടിയിട്ടുണ്ടോ? ഇതേപോലെയാണ് നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് പോകും. അവിടെ വീണ്ടും ആ വേസ്റ്റ് വന്ന് ഇങ്ങനെ അടിഞ്ഞു കൂടിക്കൊണ്ടേ ഇരിക്കും. അത് നമ്മളെ ഉള്ളിലായാലും ഇതാണ് സ്ഥിതി. വേഗം പുറത്ത് ചാടണം, വേഗം ട്രെയിൻ ചെയ്യണം, വേഗം റെഡിയാക്കി എടുക്കണം. അതിന് എവിടുന്നാണോ ഒരു പിടി കൈ സഹായം കിട്ടുക അവിടെ നമ്മൾ കൊടുത്ത. ഞാനിപ്പോ ഇത്ര കാര്യങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ കിട്ടുമോ? കിട്ടൂല. ഞാൻ ഇന്ന് രാവിലെ വരുമ്പോൾ ഇതൊന്നും പറയാൻ വന്നതല്ല. സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് 7 സാധനങ്ങളെ പറയാനുള്ളൂ. പക്ഷെ ബാക്കി 7 സാധനങ്ങൾ ഞാൻ ഡെയിലി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനി തെറ്റണ്ട, മറക്കണ്ട എന്ന് കരുതിയിട്ട് ഡൈവേർട്ടായി പോകേണ്ട സമയത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കലി വന്നാൽ ഇപ്പൊ പറഞ്ഞ ഉദാഹരണം അടക്കം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്കില്ലിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഇതേപോലെയല്ല, ഞങ്ങൾ ജൂൺ ബാച്ചറോട് ചോദിച്ചാൽ വേറെ രൂപത്തിലാണ്. എനിക്കെന്നെ അറിയില്ല, ഇത് സത്യമാണ്. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ പല ചാനലിലും ഉണ്ടാവും, നിങ്ങൾ നോക്കിയാൽ കാണാം. ഒരേ സാധനങ്ങൾ പക്ഷെ എടുത്തൊക്കെ വ്യത്യസ്തമായ രൂപങ്ങൾ, എല്ലാം എവറിത്തിങ് ചേഞ്ച് ആക്കാം. ഞാൻ എന്നെ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കാം, എല്ലാ ദിവസവും ബിൽഡ് ചെയ്യാം. എന്താ കാരണം വെച്ചാൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്നു, എനിക്കൊരു ഇമാജിനേഷൻ ഉണ്ട്, ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ സൂപ്പറായി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ കരുതുന്ന വെച്ചാൽ പോരാ, അടുത്ത ദിവസം കുറച്ചും കൂടെ എന്ത് ചെയ്യണം, ഇതിലേറെ ഉഷാറാക്കണം എന്നാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്ത. അപ്പൊ ഞാനത് കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമാറ്റിക്കലി എനിക്ക് അതിലേക്കുള്ള വഴികൾ ഇങ്ങനെ തുറന്നു വരും. നിങ്ങൾ മാരുതി കാർ കണ്ട പോലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ട പോലെ. ഇതാണ് എൻ്റെ സത്യം. അതേപോലെ അതിലായിക്കൊണ്ട് അല്ലെങ്കിൽ അതായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോഴേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എത്താൻ പറ്റൂല. നമ്മളെന്താ കാണുക? അവിടെയും പ്രശ്നം, ഇവിടെയും പ്രശ്നം, എനിക്കും ഇതേമാതിരി തന്നെ. അപ്പൊ ആ പ്രശ്നത്തേക്ക് നമ്മൾ എത്തിപ്പെടുള്ളൂ. സ്വാഭാവികമാണ്. എന്തുണ്ടെങ്കിലും തരണം ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റി ഉണ്ടാക്കണമെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് പണി. എന്താ കാരണം? നിങ്ങൾ 24 വയസ്സ് 25 വയസ്സ് വരെ ഉണ്ടായ പ്രശ്നങ്ങളെ ഒരു ദിവസം കൊണ്ടും ഒരു ക്ലാസ് കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, തീർക്കാൻ കഴിയൂല. അത് റിയാലിറ്റിയാണ്, ഒരു സംശയമില്ല. ടൈം എടുക്കും. ആ ടൈം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് നല്ല എന്ത് വേണം? നല്ല പവറിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല കമ്മിറ്റ്മെന്റ് വേണം അതിനോട്. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് പഠിക്കണം. എങ്ങനെ ചോദിക്കണം? ഞാൻ എങ്ങനെ ചോദിക്കണം ചോദ്യം? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. ക്രിയേറ്റിവിറ്റിക്ക് ഞാൻ ഉദാഹരണം പറയാം. ക്രിയേറ്റിവിറ്റി പുതിയ കാര്യങ്ങൾ കണ്ടെത്താനാണ്. ഗാന്ധിജിയോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു ചരിത്രകാരനായ അധ്യാപകൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പ്രതിരോധമാണ് സർ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ തോക്കും വാളുമായി ബോംബുമായി വരുന്ന സമയത്ത് നിങ്ങൾ അഹിംസ സംസാരിക്കുന്നു. ഗാന്ധിജി ചോദിച്ചത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്?
ഞാൻ ഒരു ചരിത്രം പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്ന് അയാൾ പറയുമ്പോൾ പറയണേ, നിങ്ങൾ ചരിത്രം പഠിപ്പിക്കുന്നു, ഞാൻ ചരിത്രം സൃഷ്ടിക്കുന്നു. ഇതാണ് വ്യത്യാസം, ഇതാണ് ക്രിയേറ്റിവിറ്റി. ഓരൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെ അല്ലല്ലല്ല അത് പറ്റില്ല. ഓരൊക്കെ മോശം, അതുകൊണ്ട് ഞാനും മോശം പറ്റില്ല. എല്ലാവരും കള്ളുടിക്കൂലേ, പിന്നെ എന്താ എനിക്കും കള്ളുടിച്ചാൽ പറ്റൂല. കാരണം എന്താ, അത് എന്നെയാണ് ബാധിക്കുക. അത് മനസ്സിലാക്കണോണ്ടാണ്, വേറെ ഒന്നുമില്ല. എനിക്ക് പറ്റുമോ? എനിക്ക് പറ്റില്ല. ഇന്ന ഭക്ഷണം എല്ലാവരും കഴിക്കണം, എനിക്ക് ഇത്ര മതി, ദാറ്റ്സ് ഓൾ. ഞാൻ ഇതേ ചെയ്യുള്ളൂ. ബിക്കോസ് എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് നിങ്ങൾ കഴിയില്ലെന്ന് അല്ല, നമുക്ക് നല്ലോണം കഴിയും. ഏറ്റവും നന്നായി കഴിയുന്ന ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് സമയത്തും പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത്. അത് നമ്മളങ്ങനെ വലിച്ചിട്ട് അകത്തിക്കൊണ്ടേയിരിക്കും. അത് അകത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറണമെങ്കിൽ കുറച്ച് പാടാണ്. കാരണം നമ്മൾ ഒരുപാട് ആളുകൾ സത്യത്തിൽ നിങ്ങൾ മനസ്സിലായിക്കോളി, നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മാക്സിമം നെക്കിപ്പീഞ്ഞുകൊണ്ട് നിങ്ങളെ ഉപയോഗപ്പെടുത്താണ് സത്യത്തിൽ ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ ഒരു ഉത്തരം ഉണ്ടാവില്ല. ഈ ഇൻക്വസ്റ്റീവ്നെസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ചോദ്യം കൂടെ ചോദിക്കും, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു നോക്കി, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എത്ര പൈസ ചിലവാക്കി നിങ്ങൾ ചോദിച്ചു നോക്കി, ഉണ്ടാവില്ല. ഈ ക്ലാസ്സിന് വന്നതല്ലാതെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഉണ്ടാവില്ല. ഞാൻ എനിക്ക് വേണ്ടി എത്ര സമയം ചിലവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിന് വന്നതല്ലാത്ത ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ നോക്കി, പിന്നെ അങ്ങനെ നമ്മൾ റെഡി ആവില്ല. ഇതാണ് സത്യം, ഇതാണ് സംഭവം. ജീവിതം അങ്ങനെ കൊണ്ട് ഉഷാറാണ്, ഗുഡാണ്. ആ ഗുഡാണ് നമ്മളെ ബെറ്റർ ആക്കാത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗുഡ് എനിമി. യെസ്, എനിമിയാണ്. ബെറ്ററിന്റെ എനിമിയാണ് ഗുഡ് എന്ന് പറയുന്ന സാധനം. അപ്പൊ നമുക്ക് നല്ല കമ്മിറ്റ്മെന്റ് വേണം. നമുക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്താ, അതിനെങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം എപ്പോഴും. അപ്പോഴേ ആ ലോകത്തേക്ക് എത്തുള്ളൂ. എനിക്ക് അങ്ങനെ ആവണം. നിങ്ങൾ ചെറിയ കുട്ടികൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, എനിക്ക് അതാവണം, എനിക്ക് ഇതാവണം, അതേപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓർക്കിപ്പോൾ അതെന്തെങ്കിലും അറിഞ്ഞിട്ടാ അല്ല, എത്രയോ കാലങ്ങൾക്ക് ശേഷം ആകാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആ കുട്ടികൾ സംസാരിക്കുന്നത്. അത് അവരാകുമായിരുന്നു, ബട്ട് അയാൾ ആകാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മളുടെ രക്ഷിതാക്കളും എല്ലാവരും കൂടെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അതിന്റെ ഡൈവേർഷനിലേക്ക് കയറിപ്പോയി. അതായത് അതിന്റെ റൂട്ട് മാറി കയറിപ്പോയി. അതോടുകൂടി നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മളുടെ എല്ലാ വിഷനുകളും അവിടെ എന്ത് ചെയ്തു? അവസാനിച്ചു. ഇനി ഞാൻ പറയുന്നു, വേഗം റീറൂട്ട് ചെയ്തു, വേഗം തിരിച്ച് കയറിക്കോ ഹൈവേയിലേക്ക്. എന്ത് കിട്ടും? കുറച്ച് പണി ഉണ്ടാവും, പക്ഷേ റെഡിയാണ്. എന്തായാലും റെഡിയാകാൻ പറ്റും. 100% ഗ്യാരണ്ടി. അത് വർക്ക് ചെയ്യുന്നില്ല ഫാന്, 100% ഗ്യാരണ്ടിയാണ്. ഇത് നമ്മൾ ചെയ്യണം. വേറെ ആരെങ്കിലും എനിക്ക് ചെയ്ത് തരട്ടെ എന്ന് കാത്തുനിന്നിട്ട് കാരണം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇടക്കിടക്ക് ചോദിക്കണം. എന്തുകൊണ്ടാണ് നമ്മളോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞത്? അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കണം. ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്യാതെ ഇരിക്കുമ്പോൾ, ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കണം, നമ്മളോട് ചോദിക്കണം ആദ്യം, അല്ല അയാൾ ഇപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്ത് തരാഞ്ഞത്? അപ്പൊ നമുക്ക് കിട്ടും ഉത്തരം. എന്താണ്? ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ക്രിയേറ്റീവായിട്ട് എന്നിൽ മാറ്റം വരുത്തണം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? സംഭവം റെഡിയും. അല്ല, അയാളോട് നേരിട്ടിട്ട് ചോദിച്ചാൽ എന്താ ഉണ്ടാവുക? അവിടെ പ്രശ്നം ഗുരുതരമാവും. ഇന്ത്യയിലാറ് അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിണ്ടാവുമല്ലോ. ഞാൻ ഈ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയല്ലോ, ഞാൻ പറയണ്ടല്ലോ. ഇതാണ് സംഭവം. നമ്മളൊരു സ്വപ്നം കാണും, അതായത് എനിക്ക് ഇങ്ങനെ ലൈഫൊക്കെ ആവണം, ഇങ്ങനെയൊക്കെ കരുതും. എന്നിട്ട് നമ്മളൊരു പണി എടുക്കൂല, വേറൊരു പണി നമ്മളെ മേലെടുക്കൂല. എന്നിട്ട് ആ സ്വപ്നമായിട്ടും നമ്മളിങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്തെങ്കിലും ചെന്നിട്ട് നമ്മൾ കല്യാണമാണെങ്കിലും ഒക്കെ കഴിക്കും. എന്നിട്ട് കരുതും, ഞാൻ വിചാരിച്ച രൂപത്തിലുള്ള ആള് ഇതല്ലായിരുന്നു ഇപ്പൊ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നാൽ എന്താ ഉണ്ടാവുക? അതിലേറെ വലിയ ചാണകുയിക്ക ചാടുക. നിങ്ങൾക്ക് അറിയിട്ടാ സത്യം. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് അവിടുന്ന് പിന്നെ അതിങ്ങനെ ഇങ്ങനെ പോകണം. എങ്ങനെ? കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പോകണം നമ്മൾ. അതല്ല, അതിനുള്ള നമ്മളെ ജീവിതം. നമ്മൾ ഈ ഭൂമിക്ക് ജനിച്ചത് അതിനല്ല. നമ്മൾ ജനിച്ചത് ഒരു പർപ്പസ് ഉണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ദൈവം തന്ന ഏറ്റവും മിനിമം
ഇനിമ ഫൗണ്ടേഷൻ അത്. ഇതുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, ഈ ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ എത്രയോ ഹൈറ്റിലേക്ക് നമുക്ക് എത്താം. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒബ്സർവേഷൻ സ്കില്ലുണ്ട്. ആ ഒബ്സർവേഷൻ സ്കില്ല് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ 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 സ്കില്ലുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പുതിയ പുതിയ സ്കില്ലുകളിലേക്ക് നമുക്ക് കയറി പറ്റാൻ പറ്റും. ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും മികച്ച സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ മികച്ച മേഖലയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇൻകോസ്റ്റീവ്നെസ് ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് നമ്മളോട് ചോദിക്കുക എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതനുസരിച്ചിട്ട് ആ ചോദ്യത്തിനനുസരിച്ചിട്ട് അപ്പം നമുക്ക് മനസ്സിലാവും ക്രിയേറ്റിവിറ്റി എന്താണ് ചെയ്യേണ്ടത്. ക്രിയേറ്റീവായിട്ട് ഞാൻ എന്ത് ചെയ്യണം, എന്നാലേ ഞാൻ എന്തെങ്കിലും ഒരു രക്ഷപ്പെടും. ഈ ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഗ്രാവിറ്റിന്റെ നിയമം പോലും ഉണ്ടായത്. ഐസക് ന്യൂട്ടന്റെ തലയ്ക്ക് ആപ്പിള് വീണപ്പോൾ അയാൾ ചോദിച്ചത് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് താഴേക്ക് വീണു മുകളിലേക്ക് പോകാഞ്ഞത്, ഗാലക്സിയും മറ്റുള്ള സാധനങ്ങളും എന്തുകൊണ്ടാണ് താഴേക്ക് വരാത്തത് എന്ന് ചോദിച്ചതുകൊണ്ടാണ്. നമ്മളെ തലയേക്കാണ് വീണത് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, തൽക്കാലം ഒരു ആപ്പിൾ കിട്ടി അത് തിന്ന വേഗം ഇത്ര കരുതും. ആരെയും മറ്റുള്ളാരെയും എടുക്കണതിന് മുന്നേ ആ ആപ്പിൾ എന്ത് ചെയ്യണം, വേഗം വയറിന്റെ ഉള്ളിലാക്കിയാല് അത് നമ്മളുടെ താൽക്കാലികമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. അയാൾ ആപ്പിൾ എടുത്ത് തിന്നല്ല ചെയ്ത്, വൈ എന്തുകൊണ്ട്. അയാൾ ആരോടാ ചോദിച്ചത്, അയാളോട് ചോദിച്ചു എന്തുകൊണ്ട്. അതിൽ നിന്നാണ് ആ സാധനം ഉണ്ടായത്. അതിൽ നിന്നാണ് ഒബ്സർവേഷൻ സ്കില്ല്. ആന്റിബയോട്ടിക് ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ആന്റിബയോട്ടിക്കിന്റെ ഒബ്സർവേഷൻ സ്കില്ല് ഉണ്ടായതാണ്. ഇതിലൊക്കെ പരാജയമുണ്ട്. എത്രയോ തവണ പരാജയപ്പെട്ടിട്ടാണ് ബൾബ് കണ്ടെത്തിയത് തോമസ് ആൽവാ എഡിസൺ. തന്റെ മകൻ ഏറ്റവും ബുദ്ധിയില്ലാത്തവനാണെന്ന് പോലും എഴുതി തന്നിട്ട് അതുപോലും ആ അമ്മ മറച്ചു വെച്ചുകൊണ്ട് ഏറ്റവും ബുദ്ധിയുള്ളവനാണ് താൻ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിനെ വളർത്തിയിട്ട് ആരൊക്കെ പിച്ച് ചീന്തി ഒഴിവാക്കിയതാണെങ്കിലും അവിടുന്ന് വളർന്നു വന്നതാണ് അയാൾ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നമുക്ക് പഠിക്കാൻ ഒരുപാട് പാടുണ്ടായില്ലേ. ഞാൻ കറുത്തവനാണ്, ഞാൻ ഹൈറ്റ് ഇല്ലാത്തവനാണ്, എനിക്ക് എന്നിനും പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എത്രയോ ഉയരങ്ങൾ കീഴടക്കിയ ആളുകൾ നമുക്ക് മുന്നിൽ ഇഷ്ടം പോലെ സഞ്ചരിച്ച ആൾക്കാരുണ്ട്. ഞാൻ അവരൊന്നും കൂടുതൽ പറയുന്നത് നമ്മളെ അനുഭവത്തിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇവരെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ ക്ലോസ് ആയിട്ട് അടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്, അവരോടാണ്. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ശാസ്ത്രജ്ഞന്മാരല്ല, അല്ല, ഇവരെടുത്ത് ഈ സ്കില്ലുകളാണ് പ്രതിഭാശാലികളാകാൻ വേണ്ടിയിട്ട് അവരെ കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കണം, ഇതിപ്പോ ഇനിയിപ്പോ എവിടുന്ന കിട്ടുക, എവിടുന്നില്ല, നമ്മളെ ഉള്ളിലുണ്ട്. പ്ലീസ് ഒപ്റ്റിമൈസ് യുവർ സെൽഫ്. നിങ്ങൾ ഒപ്റ്റിമൈസ്. നിങ്ങളെ കിണർ നിങ്ങൾ ആഴത്തിലേക്ക് കുഴിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് ഓരോരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കിട്ടും, അതെനിക്കുണ്ടായിരുന്നല്ലോ, ഇതെനിക്കുണ്ടായിരുന്നല്ലോ, ഇതിപ്പോഴും ഉണ്ടല്ലോ, ഇതെങ്ങനെ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക. തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യട്ടെ. അപ്പോഴേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ ഇതുവരെ വന്നത് അതിലേറെ കട്ടപ്പുറത്തേക്കാണ് അങ്ങനെ പോകാം കുറച്ചും കൂടെ കഴിയുമ്പോൾ. കാരണം എന്താ പറയുക, ഇപ്പൊ നമുക്ക് കുറച്ച് ചോരി നീരൊക്കെ ഉള്ള ഒരു സമയമാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, വട്ടും. പല കാരണങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ മനസ്സ് തളർന്നാൽ എല്ലാം തളരും. നമ്മളാർക്കും വേണ്ടാന്ന് മനസ്സിലായ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മളെ മുഖത്ത് സൗന്ദര്യവും പോകും. പിന്നെ എത്ര മേക്കപ്പ് ഇട്ടിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമ്മളെ വേണ്ട തോന്നും. നമുക്ക് മനസ്സിലാവും എന്താണ്, ഞാൻ ഇനി എൻ്റെ കാര്യം എന്തായി, നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. സൈക്കോളജിക്കൽ നീഡും ഫിസിക്കൽ നീഡ്സും ഉണ്ട് മനുഷ്യരെ. അപ്പൊ ഇത് ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇനി ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഇൻകോസ്റ്റീവ്നെസ് ഇരിക്കും. അടുത്ത സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ചോദിച്ച് ഇതൊക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഇന്റലിജൻസ് പവർ. എന്താണ്? ബുദ്ധിശക്തി. ആയിരക്കണക്കിന്, മില്യൺ കണക്കിന്, ട്രില്യൺ കണക്കിന് ഫോട്ടോകളും അതുപോലെ തന്നെ വീഡിയോകളും സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെ ബ്രെയിനുണ്ട്. ഹൈ പവർ സാധനം. ലോകത്ത് ഒരു സൃഷ്ടിക്കും ദൈവം അത് കൊടുത്തിട്ടില്ല. അത്ര പവറിന് ഒരു കുട്ടിക്കും കൊടുത്തിട്ടില്ല, ഒരാൾക്കും കൊടുത്തില്ല, ഒരു ജന്തു ജീവജാലക്കും കൊടുത്തിട്ടില്ല. ഇത്ര സ്ട്രോങ്ുള്ള സാധനം. കാരണം എന്താ, പറക്കാൻ പഠിപ്പിച്ചത് പക്ഷിയെയാണ്. പക്ഷേ ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറക്കുന്നതും അതിൽ നിന്ന് പാരച്യൂട്ടിൽ ചാടുന്നതെല്ലാം മനുഷ്യനാണ്. എന്താ പ്രത്യേകത? അവൻ പറക്കാൻ അവന് ചിറകുകളില്ല, പക്ഷെ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് അവൻ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു, ഉയരങ്ങളിലേക്ക് പറന്നു. കടലിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള മീനുകൾക്കാണ്. മുകുളങ്ങളോ മറ്റുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്ത, വാലോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി, ഇന്റലിജൻസ് പവർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്ത് കടലിന്റെ ആഴക്കടലുകളിലേക്ക് പോയിട്ട് മുത്തുകളും പവിയങ്ങളും വാരിയിട്ട് വിജയം കണ്ടെത്തുന്നത്. ഇതൊക്കെ മനുഷ്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ മനുഷ്യൻ എന്താ, ഞാനും നിങ്ങളെ പോലെ തന്നെ, നിങ്ങൾ അതേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. പക്ഷെ ആകെ എത്ര വ്യത്യാസമുള്ളൂ.
ഈ തോട്ട് പ്രോസസ്സ് മാറി. എവിടുന്ന മാറിയത്? അവരവരുടെ സ്കില്ലുകളെ ഐഡന്റിഫൈ ചെയ്തു. ആ സ്കില്ലുകൾ അവരെന്ത് ചെയ്തു? ഏറ്റവും നല്ല രീതിയിൽ പരിപോഷിപ്പിച്ചെടുത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ക്ലാസ്സിലുണ്ടെങ്കിൽ പറയണം. നിങ്ങൾക്ക് പോകട്ടെ, ഒരു കുഴപ്പമില്ല. ഇന്നെ പ്രയാസപ്പെടുത്തിയാൽ ഞാൻ എൻ്റെ സ്റ്റൈല് മാറും. ഞാൻ ആദ്യം പറയണം, മാറും, ഉറപ്പിച്ചു മാറും. കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഓരോ കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന കണ്ടാൽ ഞാൻ അപ്പം പറഞ്ഞു വിടും, അല്ലെങ്കിൽ പോകും. പിന്നെ തെറ്റിയിട്ടോ നിങ്ങളോട് പേഴ്സണൽ ദേഷ്യം ഉണ്ടായിരുന്നല്ല, എനിക്ക് കഴിയണില്ല, അതാണ് പ്രശ്നം. എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ചോദിക്കാം, അല്ല എനിക്കിത് കഴിയൂല സാറേ, എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഫുൾ സെറ്റാണ്. എന്നാൽ പൊക്കോ, എന്തിനും ഒരാൾക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്തിനാ വെറുതെ മരുന്ന് കുടിക്കണ്ടേ? ഒരു അസുഖമില്ല, മരുന്ന് കുടിക്കേണ്ട ആവശ്യമുണ്ടോ? ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ, ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ എല്ലാ പ്രശ്നം തീർന്നിട്ട് എനിക്കൊരു കോഴ്സ് ചെയ്താൽ മതി. നിങ്ങൾ പ്രശ്നം തീർന്നാൽ എന്തിനാ കോഴ്സ് ചെയ്യണ്ടേ? എന്തിനാ നിങ്ങൾ പഠിക്കേണ്ട? ഒരു ആവശ്യമില്ല, നിങ്ങൾ പൊക്കോ, ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലേ പറയുന്നതാണ്, എനിക്കൊരു ആവശ്യമില്ല, നിങ്ങൾ വേഗം പോയിക്കോളൂ, ഫീസ് വാങ്ങി പോയിക്കോളൂ തിരിച്ചു. ഇവിടെ പറ്റാത്ത ആൾക്കാർ പറഞ്ഞയക്കുക വരെ ചെയ്തിട്ടുണ്ട്, തിരിച്ചാൽ കൊടുത്തിട്ട് പറഞ്ഞയച്ചിട്ട്. ഇവിടെ അതൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞല്ലോ, വേണ്ടലും മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് വേണം എന്നുണ്ട്. എന്തറിയോ, എൻ്റെ മുന്നിലിരിക്കുന്ന 10 ആളാണെങ്കിലും ആ 10 ആൾക്കാർക്കും എന്തെങ്കിലും കിട്ടണം. അയാൾ ഞാൻ പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഞങ്ങളിവിടെ വന്നതിൻ്റെ പേരിൽ രക്ഷപ്പെടണം, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുടെ അയാൾ രക്ഷപ്പെടണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ടൊരു ക്ലാസ്. അല്ലെ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി അത് ഉണ്ടെങ്കിൽ സാധനം 2 തമ്മിൽ സിങ്ക് ആവുള്ളൂ, അല്ലെങ്കിൽ ആവൂല. ഇനി എല്ലാവർക്കും ഉണ്ടെഴുതിയിട്ട് ഒരാൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ അക്രമം കാണിക്കരുത്. പ്ലീസ് ഗോ ഔട്ട് സൈഡ്, നോ പ്രോബ്ലം. കാരണം എന്നോട് എൻ്റെ ടീച്ചർ ഇത് പറഞ്ഞിട്ടാണ്, ഞാൻ ഇറങ്ങിപ്പോയതാണ്, അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. അന്ന് ഞാൻ കരുതി ഞാൻ ഫുൾ ഫീൽഡാണ്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. 20 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായത് എന്ത് ചെയ്യണം, ഞാൻ ഇനിയും പഠിക്കാനുണ്ട്. അന്നത്തിന് ശേഷം ഞാൻ ഇന്ന് വരെ 2022 മുതൽ ഇന്ന് വരെ ഞാൻ പഠിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ചിലവാക്കിയത് 5 ലക്ഷം രൂപയാണ്. ആ 5 ലക്ഷം രൂപ ഞാൻ ചിലവാക്കിയതിന് എനിക്ക് ഇന്ന് ഒരു 3 crores അസറ്റ് ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. 3 കോടിയുടെ. അത് ഈ ഒരൊറ്റ സാധനം കൊണ്ട് ഞാൻ എന്നെ ബിൽഡ് ചെയ്തതാ. അങ്ങനെ ബിൽഡ് ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ ഈ വഴികളിലൂടെ മുഴുവൻ സഞ്ചരിച്ചതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞത്, ഞാനിത് പഠിച്ചിട്ടാ പറഞ്ഞത്. ഞാൻ പഠിക്കുക മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാത്ത ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വെറും ഒരു പുസ്തകത്തിൽ കണ്ടതോ അല്ലെങ്കിൽ ഒരു വായിച്ചതോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫായിട്ട്, ഞാൻ ഇതുവരെ നിങ്ങളോട് ആകെ കുറച്ച് ആൾക്കാരെ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ ലൈഫായിട്ടും കണക്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളെ മാത്രമേ ഞാൻ ഇവിടെ പഠിപ്പിക്കുള്ളൂ. നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു നോക്കി, 2 വർഷത്തോളം ഈ ശമനോട് വെക്കണം. നിങ്ങൾ വരല ചോദിച്ചു, ഞാൻ ഇത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പഠിപ്പിക്കുള്ളൂ, അല്ലാതെ പഠിപ്പിക്കൂല. എന്നിട്ട് എൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടൊരു ലക്ഷ്യമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കോഴ്സിന് വന്നതാണെങ്കിലും അയാൾക്ക് കഴിയുന്ന രൂപത്തിൽ വന്ന ആളല്ലേ അയാൾ രക്ഷപ്പെടണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ഉദ്ദേശം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുള്ളൂ. ബ്ലോക്ക്ഡ് മൈൻഡ് ആണെങ്കിൽ ഒന്നും കയറൂല. സമയം കളയണ്ട, പൈസയും കളയണ്ട, പോയിക്കൊള്ളി. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കരുത്, ദയവ് ചെയ്ത് പ്ലീസ്. ഞാൻ ആളെയും ഇതൊന്നും പറയണില്ല, ആൾക്കാർക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് പോട്ടെ. ഓക്കെ. അപ്പോൾ ഇൻക്വസ്റ്റീവ്നെസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ചോദ്യം അതാണ്. പിന്നെന്താണ്? ഇന്റലിജൻസ് പവർ നമുക്ക് മനസ്സിലാവും. എത്രാമത്താണത് ഇന്റലിജൻസ് പവർ? ഇപ്പോൾ 5ാമത്. ഇനി 2 സാധനം കൂടെ ഉള്ളൂ. അതുകൂടെ പറഞ്ഞിട്ടേ ഞാൻ വിടുള്ളൂ കേട്ടോ. അതുകൂടെ പറഞ്ഞിട്ട് വിടുള്ളൂ. ഓക്കെ. 2 സാധനം കൂടെ. അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം വേറെ കാര്യമാണ്, അതുകൊണ്ടാണ് പറയാം. കാരണം അപ്പോൾ ഈ 2 സാധനം കൂടെ ഉള്ളു. അതായത് ഈ സാധനങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ കേട്ടോ. ഒന്ന് ഇമാജിനേഷൻ ആണ്. നമ്മളെ ഉള്ളിൽ ഒരു കറക്റ്റ് ഇമാജിനേഷൻ ഉണ്ടായിരിക്കണം. എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേയും അതിനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നേടിയെടുക്കാൻ സാധിക്കൂല. അങ്ങനെ വെറുതെ ഉൾക്കൊണ്ടാൽ മാത്രം മതിയോ? പോരാ. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. ആ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ നമുക്ക് നേടിയെടുക്കേണ്ടത് ആവശ്യമുണ്ടോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അടുത്തേക്ക് അത് അട്രാക്ട് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ആ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരും. അത് എന്തുകൊണ്ടാണ്, ഞാൻ കണ്ടത് അങ്ങനെയാണല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ആയത്? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും ഒബ്സർവ് ചെയ്യണം. എന്ത് ചെയ്യണം? വീണ്ടും ഞാനത് പഠിക്കണം എന്നാണ് മനസ്സിലാക്കിയത്. അത് ഞാൻ വീണ്ടും പഠിച്ചിട്ട് എന്ത് ചെയ്യണം? വീണ്ടും അത് റെഡിയാക്കി എടുക്കണം.
വീണ്ടും അത് റെഡിയാക്കി എടുക്കണം. ഇങ്ങനെ ഓരോ കാര്യത്തിനെയും നമ്മൾ മനസ്സിലാക്കി എനിക്കിതൊക്കെ നമ്മളുടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് ചെറിയ കുട്ടികളായ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു എന്നും ഞാൻ ഇതെല്ലാം അനുഭവിച്ച ആളാണെന്നും ഇതെല്ലാം ഞാൻ അനുഭവിച്ച സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാവണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ സമയത്ത് എനിക്ക് എല്ലാ പരിഗണന ഉണ്ടായിരുന്നു, നല്ല വാല്യൂ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ആരൊക്കെ കണ്ടുപിടിച്ചതാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു യന്ത്രം എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റീവായിട്ട് നിർമ്മിച്ചിട്ട് നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ട് ഇന്റലിജൻസ് പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടോ വാവ് സൂപ്പർ ആയിക്കോട്ടോ എനിക്ക് ഭയങ്കര ഉഷാറാണ് കേട്ടോ നമുക്ക് പറഞ്ഞിട്ട് നമുക്കൊരു സന്തോഷം കിട്ടിയ സമയം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എന്ത് കാട്ടിയാലും ചെയ്യാത്ത എന്താണ് നമുക്ക് ആ വാല്യൂയിലൂടെ. കാരണം അന്നത്തെ ലെവലിൽ നിന്ന് ഇന്നത്തെ ലെവലിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഒരു പണി എടുത്തില്ല, അതിനനുസരിച്ച് നമ്മൾ മാറിയില്ല. ഇപ്പൊ നമുക്ക് ആ വാല്യൂ പോരാ. ഇപ്പൊ നമ്മൾ മൊച്ചിങ്ങോണ്ട് വണ്ടി ഉണ്ടാക്കിയാൽ പോരാ, മതിയോ? പോരാ. ഇപ്പൊ നമ്മൾ അതുകൊണ്ട് പോരാ, അത് ആ കാലം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ പോരാ, മണ്ണോണ്ട് ഇപ്പൊ നമ്മൾ അപ്പം ചുട്ടാൽ എന്താ ഉണ്ടാവാ, നമ്മൾ ഊളം പറയിക്കൊണ്ടുപോകും. കാരണം എന്താ, പ്രാന്തായി അല്ലേ? മണ്ണുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ആ കാലം കഴിഞ്ഞു, നമ്മൾ മാറിയേ പറ്റുള്ളൂ. അന്നുണ്ടായിരുന്ന ക്രിയേറ്റിവിറ്റി ഇന്നത്തെ ലെവലിൽ എത്തിയപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം, നമ്മളുടെ ലൈഫിന്റെ സ്റ്റേജുകൾക്കനുസരിച്ചിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ എന്തായി, അത് നമുക്ക് വേസ്റ്റായി. അല്ല, അത് ഉപയോഗിച്ചാൽ അതെന്തായി, നമ്മളെ ബെറ്റർ വേർഷൻ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ മൊബൈലൊക്കെ നമ്മളെ എന്താ പറയുക പുതിയ വേർഷൻ അപ്ഡേഷൻ വരുന്നത് പോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവുക, അപ്പോൾ നമ്മൾ നല്ല ഭാര്യയാവും, നല്ല എംപ്ലോയി ആവും, നല്ല ഉമ്മയാകും, നല്ല അമ്മയാകും, നല്ല എല്ലാം എല്ലാ സ്റ്റേജും നമുക്ക് കൈ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തെല്ലാം നമ്മൾ എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. ഏറ്റവും മികച്ചതൊക്കെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, നമ്മളില്ലാതെ ആ വീട്ടിൽ അത് എന്ത് ചെയ്യില്ല, നടക്കില്ല. നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അത് ഒഴിവ് നോക്കണം, ആ ഓലില്ലാതെ പറ്റില്ല. പിന്നെ അഥവാ നമ്മൾ ഇല്ലാതായാൽ അന്ന് ഓളില്ലാത്തതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി, പ്രയാസം. എന്താ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും സങ്കടപ്പെടുന്നത് പോലെ ഒരു സമയത്ത് നമ്മൾ ഇല്ലാതായുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന ഉണ്ടെങ്കിൽ അതിനർത്ഥം അവരെനിക്ക് വില കൽപ്പിക്കുന്നുണ്ട്, എനിക്ക് വാല്യൂ ഉണ്ടെന്ന്. അത് ഉണ്ടാക്കാൻ വേണ്ടി ദൈവം തന്നതാണ് ഈ കംപ്ലീറ്റ് സ്കില്ലും. ഇത് വെറുതെ അന്ന് മണ്ണും ചട്ടിയിട്ടും കളിച്ചുകൊണ്ട് ഒഴിവാക്കാൻ തന്നതല്ല, ഇതുണ്ടെങ്കിലേ അടുത്തത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്തത് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതില്ലെങ്കിൽ നമുക്കത് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ സ്കില്ല് എവിടെയെങ്കിലും പഠിക്കാൻ പോയേക്കി, ആ സ്കില്ല് പഠിക്കാൻ പോയാൽ ഞങ്ങളോട് പറയും ഇത് സ്കില്ലാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ക്രിയേറ്റിവിറ്റി പഠിക്കാതെ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ പഠിക്കാം? നിങ്ങൾ പറഞ്ഞേ, ക്രിയേറ്റീവായിട്ട് സംസാരിക്കാൻ പഠിക്കണ്ട, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ക്രിയേറ്റീവിറ്റി സംസാരിക്കാൻ പറ്റണ്ടേ? അപ്പൊ ക്രിയേറ്റിവിറ്റി വേണം. അതിന് ഒബ്സർവ് ചെയ്യണ്ടേ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ അതിനെക്കുറിച്ച് കാണണ്ടേ, അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യണ്ടേ, അത് എന്തൊക്കെയാണ് അതിന് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റണ്ടേ? ഇതുണ്ടാവട്ടെ. ഇതൊക്കെ വർക്ക് ചെയ്യണം, നമ്മൾ ഇന്റലിജൻസ് പവർ വർക്ക് ചെയ്യണ്ടേ, വേണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡൗട്ടുകൾ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നല്ല ടീച്ചർ ആവാൻ പറ്റുള്ളൂ, നല്ല എംപ്ലോയി ആവാൻ പറ്റുള്ളൂ, നല്ല ഭാര്യ ആവാൻ പറ്റുള്ളൂ, നല്ല അമ്മയാവാൻ പറ്റുള്ളൂ. എവറിത്തിങ് എല്ലാ പോസ്റ്റിനും ഏറ്റവും മികച്ചതാവണമെങ്കിൽ ഇത് അതിൻ്റെ എന്താണ്, ബേസിക് ആണ്. അതായത് ഫൗണ്ടേഷനാണ്. ഇതിന്റെ മുകളിലൂടെ മണ്ണും ചളിയും വന്നടഞ്ഞതാണ് നമ്മളുടെ മുന്നോട്ട് പോകാനുള്ള തടസ്സം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, വേഗം ക്ലീൻ ചെയ്തിട്ട് ഇടക്കിടക്ക് ക്ലീൻ ചെയ്യണം. വൈഫർ അടിക്കണ പോലെ ഇടക്കിടക്ക് ക്ലീൻ ചെയ്യണം, ഇടക്കിടക്ക് പോളിഷ് ചെയ്യണം. എവിടെങ്കിലും തെറ്റിയോ വേഗം നോക്കണം, വേഗം ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്താൽ നമുക്ക് ആ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. അത് നല്ല കമ്മിറ്റഡ് ആയിട്ട്, നല്ല കമ്മിറ്റ്മെന്റോട് കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് എന്നും അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നടക്കില്ല, ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും സാധിക്കൂല. ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങൾക്ക് യഥാർത്ഥമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എടുക്കും. ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ 1 വർഷം എടുക്കും. കാരണം നിങ്ങളുടെ അടിത്തട്ടിലുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് നീക്കാൻ പറ്റുന്ന കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കാതെ, അതിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാതെ നിങ്ങൾക്ക് മേലേക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും, പക്ഷെ അത് താൽക്കാലികം മാത്രമായിരിക്കും. അവിടുന്ന് പോന്നാൽ പിന്നെ അടുത്തതിനൊന്ന് നേടിയെടുക്കാനുള്ള ക്യാപ്പബിലിറ്റി നമുക്ക് ഉണ്ടാകും. ഗ്യാരണ്ടിയാണ്. ഞാൻ വർഷങ്ങൾ എടുത്തിട്ടാണ് ഞാൻ മാറിയത്. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞത്
വർഷങ്ങളെടുത്തിട്ട് എൻ്റെ തോട്ട് പ്രോസസ്സ് മാറിയിട്ടാണ് ഞാൻ മാറി തുടങ്ങിയത്. അതുവരെ അതിൻ്റെ മൈൻഡ് ബ്ലോക്ക് ഞാൻ മാറ്റിയിട്ടാണ് ഞാൻ കയറി വന്നത്. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇത്. ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ്. മൊബൈൽ എപ്പോഴും ചാർജ് ചെയ്യണം. എന്താ? ചാർജ് ഇറങ്ങുമ്പോഴേക്ക് ചാർജർ കുത്തണം. എന്താ കാരണം? അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം നേരത്തെ എടുക്കാൻ പറ്റൂല. അപ്പൊ അതിങ്ങനെ ഇടയ്ക്ക് അതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ചാർജറിന്റെ കണക്ഷൻ പോയാൽ, ബാറ്ററി വീക്ക് ആണെങ്കിൽ ചാർജറിന്റെ കണക്ഷൻ പോയാൽ ഓഫ് ആവൂലേ? അപ്പൊ ചാർജർ കുത്തിയിട്ടേ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും പ്ലഗ് ചെയ്യാനുള്ള ചാർജർ ഉണ്ടോ നോക്കിയിട്ട് ചാർജർ ചെയ്യണം. അത് നല്ല സ്ഥലത്ത് പോയി കണ്ട് ചാർജ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം പറഞ്ഞോ സാർ, പൊട്ടി തെറിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. ഈ 5 കാര്യങ്ങൾ അടുത്ത 2 കേസ് എന്ന് പറയാം. ഈ 2 കാര്യങ്ങൾ സമയം കഴിയില്ല. ഈ 5 കാര്യങ്ങളെ നിങ്ങൾ നല്ല ശരിക്കും നിങ്ങൾ കെയർ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേർഷൻ നിങ്ങളെ ഉള്ളത് പ്രത്യേകിച്ചാണ്. നിങ്ങൾ പോലും അറിയാതെ അതിന് കുറച്ച് സമയമെടുക്കും. അതിന് സമയം എടുക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായി തുടങ്ങണമെങ്കിൽ എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് 3 മാസം എടുക്കും. 4 മാസം 4 ആഴ്ച എടുക്കും. എത്ര? 4 ആഴ്ച എടുക്കും. നിങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലായി തുടങ്ങണമെങ്കിൽ 8 ആഴ്ച എടുക്കും. ആർക്ക്? നിങ്ങളെ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലായി. അടുത്തത് നിങ്ങളെ പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലായി 16 ആഴ്ച എടുക്കും. ഇതിങ്ങനെ ഈ സർക്കിളിൽ ഇങ്ങനെ പോരുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ഇതെന്താവുള്ളൂ? ആവില്ല. അല്ലെങ്കിൽ ആവില്ല. നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങണം. ഈ പണി തുടങ്ങിയതിന് ശേഷം പറയണത് സമയം. ഇപ്പൊ എത്ര വയസ്സായി? 28 വയസ്സായി. ഈ 28 അതൊക്കെ കഴിഞ്ഞല്ലോ സാർ, ആ മാസമൊക്കെ കഴിഞ്ഞല്ലോ. ഒരു കാര്യം, പണി തുടങ്ങിയതിന് ശേഷമുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്നെ വന്നത് ഞാൻ 2 മാസമായാലും വന്ന് കാര്യമില്ല. എന്നാണോ പണി തുടങ്ങിയത് അന്ന് മുതലുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളെ മേൽ നമ്മൾ പണി തുടങ്ങിയ അന്ന് മുതലുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ മുന്നേ തുടങ്ങിക്കൂടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇപ്പോഴേ തുടങ്ങണമെങ്കിൽ ഇത് മുതലുള്ള സമയം. അപ്പൊ നമ്മൾ ആ സമയം കൊടുക്കും. ആ സമയം എടുക്കാതെ റെഡി ആവൂല. അപ്പൊ ആ സമയം എടുക്കാതിരുന്നാലോ, ആ സമയം എടുക്കാതെ ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോ അതൊന്നും കഴിയൂല തീരുമാനിച്ചാലോ കുറച്ച് കഴിഞ്ഞാൽ അപ്പോഴും നടക്കൂല. അപ്പോഴും ഈ സമയം എടുക്കും. അപ്പൊ ഏറ്റവും നല്ല എന്താ? ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വേഗം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാത്തൊരു വേഗം സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? പണി തുടങ്ങാം. ആർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണത്? നമുക്ക്. ഞാൻ നിങ്ങളോട് പറയാനേ, എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ലോകം കൺസിസ്റ്റന്റ് അല്ല, സസ്റ്റൈനബിൾ അല്ല, സുസ്ഥിരമായതല്ല, എന്നും നിലനിൽക്കില്ല. നിങ്ങൾ സന്തോഷം കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയും സങ്കടം വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് കരഞ്ഞിട്ടും കാര്യമില്ല. ഇതിനെ രണ്ടിനും നമ്മൾ നേരിടാൻ പറ്റുന്ന സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ജീവിതം സുസ്ഥിരമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് പോകാൻ സാധിക്കില്ല. ഗ്യാരണ്ടി. എല്ലാ ജീവിതത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് സാധിക്കില്ല. നിങ്ങളെ ഫാമിലി ലൈഫാണെങ്കിലും നിങ്ങളെ പ്രൊഫഷണൽ ലൈഫാണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സാധിക്കില്ല, ഗ്യാരണ്ടിയാണ്. പിന്നെ ഇതിനൊക്കെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റക്കല്ല, നമ്മളുടെ കൂടെ പല ആളുകളും എന്തുണ്ടാവും? നമ്മളെ കൂടെയുള്ള ആളുകളുടെ അവരെ കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമേ നമ്മളെ ജീവിതത്തിന് എന്തുണ്ടാവുള്ളൂ? അർത്ഥമുണ്ടാവുള്ളൂ. അതൊരു സത്യമാണ്. അതുകൊണ്ട് പറയാം. കാരണം നമുക്ക് നമ്മളെ ആൾക്കാർ വേണം, നിർബന്ധം. അതുകൊണ്ട് അതില്ലെങ്കിൽ നമുക്ക് അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ 5 കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞ 2 കൂടെ നമ്മൾ പറയാനുണ്ട്. 2 പറയാണ്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാണ്ട്. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വീണ്ടും പറയുകയാണ്. നിങ്ങൾ 2 മണിയാകുമ്പോൾ തന്നെ ബെല്ലടിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി എത്താം. ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്ന് നിൽക്കണം. നിങ്ങൾ മനസ്സിലാക്കണേ, ടൈം വേസ്റ്റ് ഉണ്ടാക്കി എത്തിയിട്ട്. അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ എത്തണം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് വീണ്ടും ഓർമ്മിക്കുകയാണ്. ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ, നോ പ്രോബ്ലം. ഓക്കെ, ഇത് ഞാൻ കഥ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചിട്ടോ ഡാൻസ് കളിച്ചിട്ടോ അതിനുള്ളതല്ല ഇത്. അതിന് നിങ്ങളെ സമയം, നിങ്ങൾ ഒരു സമയമുണ്ട്, അപ്പോഴേ ചിലവാക്കിയിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഡീപ്ലി നമ്മളെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട സാധനങ്ങളാണിത്. ഇത് ഇറങ്ങിയാലേ നമ്മുടെ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യുള്ളൂ. അത് വർക്ക് ചെയ്താലേ നമുക്ക് ഇന്ന് വരെ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന്, ഇന്ന് വരെ ഉണ്ടായ പ്രയാസങ്ങളിൽ നിന്ന് നാളെയെങ്കിലും കരകയറാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് നമ്മളെ കൂടെ ഒരു ഭാരമായി ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, യെസ്.